ചൂണ്ടുവിരലിൽ മുറിവ് പറ്റിയ യുവതിക്ക് വോട്ട് നിഷേധിച്ചതായി പരാതി ഉയർന്നു. തൃശൂർ കൂർക്കഞ്ചേരി ബോധാനന്ദ സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. പ്രതിഷേധവുമായി LDF രംഗത്തെത്തിയതോടെ യുവതി വോട്ട് ചെയ്യാൻ അനുവദിച്ചെന്നാണ് വിവരം. ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഈ കുട്ടി യുവതി വോട്ട് ചെയ്യുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കുറച്ചധികം സമയമായി ഈ ഒരു പ്രശ്നം അവിടെ വഷളാവുകയായിരുന്നു. മാത്രമല്ല, റിട്ടേണിംഗ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഈ കാര്യത്തിൽ ഫൈനൽ എന്ന പേരിൽ അവകാശവാദം ഉന്നയിച്ച് ആരുടെയും തീരുമാനം മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞതുപോലും അദ്ദേഹം ചെവിക്കൊണ്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂർക്കഞ്ചേരിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ ആരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഈ യുവതിയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത്? ഇപ്പോൾ ഈ യുവതിയാണ് വോട്ട് ചെയ്യാൻ റിട്ടേണിംഗ് ഓഫീസർ അനുവദിക്കാതിരുന്നത്. എന്നാൽ LDFിൻ്റെ പ്രതിഷേധമുണ്ടായി. VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി പ്രതിഷേധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നു. ആ കുട്ടിയെ ആ യുവതിയെ വോട്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഈ കുറുക്കഞ്ചേരിയിലുണ്ടായ സംഭവം അത് എത്ര മണി മുതലായിരുന്നു ഈ സംഭവം വഷളായി തുടങ്ങിയത്? ആര് പറഞ്ഞിട്ടും കേൾക്കാത്തൊരു തീരുമാനത്തിലേക്ക് റിട്ടേണിംഗ് ഓഫീസർ പോകാൻ കാരണം എന്തായിരുന്നു? പ്രത്യേകിച്ച് ജില്ലാ കളക്ടറാണല്ലോ ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി ആ ജില്ലയിൽ. അദ്ദേഹം പറഞ്ഞിട്ടും കേട്ടില്ല എന്നാണോ? ഇത് 1 മണി മുതൽ ഈ സമയം വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രിസൈഡിംഗ് ഓഫീസറാണ് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ സ്റ്റിച്ച് ഇട്ട കൈ മാറ്റണമെന്നാണ്, ആ കൈ അഴിച്ചു കാണിക്കണമെന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും അനുവദിക്കില്ല. ടെൻഡർ ഓട്ടെങ്കിൽ ടെൻഡർ ഓട്ട് അത് ചെയ്യിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും അല്പസമയം മുൻപ് ഇവിടെ എത്തിയ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദൃശ്യങ്ങൾ പുറത്തുനിന്ന് പകർത്താൻ കൃത്യമായ രീതിയിലുള്ള അനുമതിയുണ്ട്. ഈ അക്ഷയക്ക് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പകർത്തുന്നത്. നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പാസുമായി തൊട്ട് പുറകിൽ ഈ പ്രദേശത്ത് മാത്രമാണ് നിന്നിരുന്നത്. ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ മാറണമെന്ന ഒരു നിലപാടാണ് പ്രിസൈഡിംഗ് ഓഫീസർ VS സുനിൽകുമാർ പ്രതികരിക്കുന്നത്. ഈ പ്രശ്നത്തെ കൊണ്ടുവന്നെത്തിച്ച ഈ പ്രിസൈഡിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്തേ പറ്റൂ. അക്ഷയ വോട്ട് ചെയ്തിരിക്കുന്നു. ഏതാണ്ട് വോട്ട് ചെയ്ത് പുറത്തു വരുന്ന അക്ഷയാണ് കാണുന്നത്. നമുക്ക് കൃത്യമായി നമുക്ക് അകലം പാലിച്ച് നിൽക്കാം. വോട്ട് കൈവക്ക് അക്ഷയ. അക്ഷയ എന്ന യുവതി കുറുക്കഞ്ചേരിയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കുറുക്കഞ്ചേരിയിലെ ബോധാനന്ദ സ്കൂളിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണി മുതൽ പ്രശ്നമായിരുന്നു. ഈ അക്ഷയ അല്പനിമിഷങ്ങൾക്കകം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി അവരുടെ അനുഭവം പങ്കുവയ്ക്കും. കുറേ അധികം ടെൻഷൻ ഈ പോളിംഗ് ബൂത്തിൽ നിലനിന്നാണ് വിവരം. പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ കർക്കശമായ തീരുമാനത്തിൽ തട്ടി ഈ കുട്ടി വോട്ട് ചെയ്യാൻ കഴിയാതെ ഉള്ള അവസ്ഥയായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റമുണ്ടായ യുവതി വോട്ട് ചെയ്ത് പുറത്തു വന്നു കഴിഞ്ഞു. അതെ, VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്ന പ്രിസൈഡിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ്. പ്രതിഷേധങ്ങൾക്ക് ഫലം കണ്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 1:30 മുതൽ അവിടെ നിൽക്കുകയാണ്. കൈക്കുഞ്ഞുമായി വന്നതാണ്. നാളുകൾക്ക് മുമ്പാണ് മിക്സിക്ക് അകത്ത് കൈവിട്ട 6 സ്റ്റിച്ച് ഉള്ള വിരലായിട്ടാണ് വന്നത്. അപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടും അലസ്കൻ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ പ്രിസൈഡിംഗ് ഓഫീസർ മാത്രം അത് പറ്റില്ല എന്ന വാശിയിൽ നിൽക്കായിരുന്നു. അവർ പറയുന്നത് 6 സ്റ്റിച്ചുള്ള കൈ അഴിച്ചു കാണിക്കണം. അതെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. അത് അഴിച്ചു കാണിക്കാൻ കഴിയില്ലെന്ന് പറയും. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും ചെയ്തിട്ട് എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കും. എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? 1 മണി മുതൽ നിൽക്കുകയാണ്. അതിന് താഴെ അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. എന്തായാലും ചൂണ്ടുവിരലിന്റെ വേണമെങ്കിൽ സാങ്കേതികമായി ചൂണ്ടുവിരൽ എന്ന് പറയാവുന്ന സ്റ്റിച്ചിന് താഴെയാണ് ഈ പറയുന്ന വോട്ടിംഗ് മഷി പുരട്ടിയിരിക്കുന്നത്. 1 മണി മുതൽ ആ പെൺകുട്ടി യുവതി അവിടെ വെയിറ്റ് ചെയ്യാണ് വോട്ട് ചെയ്യാൻ വേണ്ടി. വോട്ട് ചെയ്യാന്നുള്ള ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് കയ്യിൽ 6 സ്റ്റിച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.